എന്താ ഇയാൾ ഇങ്ങനെ ചെയ്തു തുടങ്ങി എന്ത് ചെയ്യും നമ്മള്? ഇന്നലെ കുറച്ച് സമയം കൂടെ കിട്ടിയെങ്കിലുണ്ടല്ലോ അവനെ അടിച്ചവൻ്റെ തലമുണ്ട പൊട്ടിച്ചിട്ട് ഞാൻ ജയിലിൽ പോയനെ. ഞാനൊരു കാര്യം ചെയ്യട്ടെ? എന്താ സാറേ? അവനോട് ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടെ സംസാരിക്കട്ടെ? ഇനിയിപ്പോൾ ഇവിടെ വന്ന് സംസാരിച്ച അവൻ എന്തെങ്കിലും ഒന്ന് രണ്ടും പറഞ്ഞാൽ സാറേ ഞാൻ ഇനി നോക്കാനൊന്നുമില്ല, അവനെ ഞാൻ കൊന്നിട്ട് സാർ കേസ് പറഞ്ഞു, കുഴപ്പമില്ല. നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ, നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി, ഞാൻ സംസാരിച്ചോളാം കേട്ടാ. ഞാൻ മിണ്ടൂല, ചൊറിയാൻ പറഞ്ഞ മൈൻഡ് ചെയ്യാൻ പോണ്ട. അറിയോ ഇരിക്കും. ഏതായാലും ഇപ്പോ നിങ്ങൾ പിരിയാൻ പോവാണ്. അനുസരണയില്ല സാറേ, അതുകൊണ്ടാണ്. ഭർത്താവ് എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞ അനുസരിച്ച് മിണ്ടാതിരിക്കാൻ പറയോ? അതെ അതെ, നിങ്ങൾ ഇന്നലെ എവിടെ പോയിട്ട് വീട്ടിൽ പോയിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ. പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല സാറേ, ഞാൻ മര്യാദക്ക് ചെന്നതാണ് അവിടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, അതുകൂടെ ചേർത്തിട്ട് അവര് കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് വെച്ചാൽ നിങ്ങൾ അകത്തു പോവും. സാറേ ഇയാളുടെ മോളെ കെട്ടിയാലും വലിയ ശിക്ഷ ഇനി എനിക്ക് കിട്ടാനില്ല. അത് തന്നെ സാറേ എനിക്കും പറയാനുള്ളത്, എവന് കെട്ടിച്ചോടത്തേക്കാൾ എന്റെ മോളെ ഞാൻ കടലിൽ കൊണ്ട് മുക്കിയാൽ മതി, കളഞ്ഞാൽ മതിയായിരുന്നു. ആ കടല് കലക്കാൻ. ശരി അത് പോട്ടെ. അപ്പോൾ നിങ്ങളുടെ കേസ് നമുക്ക് കോടതിയിൽ കാണാം, അത് വിട്. പക്ഷേ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം പറയണം. നിങ്ങളുടെ കൊച്ചിന് ഒരു ഒഫീഷ്യൽ പേരില്ലാതെ അത് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയെപ്പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും മൗലികമായ അവകാശം തന്നെയാണ് അവൻ്റെ പേര്. ആ പേര് ഉറപ്പായിട്ടും രക്ഷിതാക്കൾ കൊടുത്തേ പറ്റൂ. വലുതായി കഴിയുമ്പോൾ അയാൾക്ക് ആ പേര് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം, അതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പം എന്തായാലും നമ്മളത് ചെയ്തു കൊടുക്കണം. സാറേ ഞങ്ങൾ കുറേ നല്ല പേരുകൾ ശരിയാക്കി വെച്ചിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്നും ഇടാന്നേ പറയുള്ളൂ. പക്ഷെ അവൻ പറയണത് അവൻ ഒരൊറ്റ പേര് തന്നെ അത് ഇടണമെന്ന് പറഞ്ഞ് പിടിവാശി പിടിച്ച അതിടാൻ അതൊന്നും നടക്കൂലത്. നിങ്ങൾ കണ്ടുവച്ചേക്കണ പേര് തമ്മിലിട്ട് അങ്ങോട്ട് വിളിച്ചു. കൊച്ചിനിടാൻ നിൽക്കണ്ട. ഞാൻ അത് പോട്ടെ. ഒരു കാര്യം ചെയ്യാം, കൊച്ചിൻ്റെ പേരിൻ്റെ കാര്യത്തിൽ ഏതായാലും ഇപ്പം ഇതുപോലെ തർക്കം നിൽക്കുന്നതുകൊണ്ട് അതും കോടതി തന്നെ തീരുമാനിക്കട്ടെ. അപ്പം കോടതി കുഞ്ഞിനൊരു പേരിടും, ആ പേര് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. കോടതി പേരിടുമോ? കോടതി പേരിടും. പാരൻസ് പാട്രിയ എന്നാണ് ഇതിന് പറയുന്നത് തന്നെ. ഇല്ല, ആ പേരൊന്നും ഇടണ്ട, അതൊന്നും പഠിപ്പല്ല. അത് പേരല്ലടോ, കോടതിക്ക് പേരിടാനുള്ള അധികാരത്തെയാണ് പാരൻസ് പാട്രിയ എന്ന് പറയുന്നത്. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, അതിൻ്റെ വഴിക്ക് പോട്ടെ. എന്നാലും സാറേ ഞാൻ ചോദിക്കുകയാണ് അവസാനമായിട്ട്, നിങ്ങൾ എന്താ കൊച്ചിന് കണ്ടുവച്ച പേര്? എന്താ? ദയ. നല്ല പേരാണല്ലോ. പേരൊക്കെ നല്ലതാണ്. ഈ പറഞ്ഞ രണ്ടുപേർക്ക് ഈ സാധനം ഇല്ല. സാറേ ഞങ്ങളത് കാണിക്കേണ്ടത് കാണിക്കുന്നുണ്ട്, ദയൊക്കെ. അതൊക്കെ കാണിച്ചോ. ഞാനൊരു നല്ല പേര് കണ്ടുവച്ചിട്ടുണ്ട്, അച്ഛൻ എന്നുള്ള നിലയിൽ ജമന്തി. ജമന്തി നല്ല പേരാണല്ലോ, പൂവിന്റെ പേരല്ലേ? എന്റെ സാറ് ആ പേരിടാൻ പറ്റൂലെന്നല്ലേ ഞാൻ പറയണേ. അതായത് അമ്മ ദയ എന്ന് പറഞ്ഞു, അച്ഛൻ ജമന്തി എന്ന് പറഞ്ഞു. ദയ വെട്ടിക്കും. എന്നാ ഞാനൊരു പേര് പറയട്ടെ. ഞാൻ നിങ്ങളുടെ വക്കീലാണല്ലോ, ഞാൻ പറയുന്ന പേര് നിങ്ങൾ അംഗീകരിക്കും. അമ്മ പറഞ്ഞിട്ടുള്ള ദയ എന്നുള്ളതിൽ നിന്ന് ദാ നമ്മളെടുത്തു, അച്ഛൻ പറഞ്ഞിട്ടുള്ള ജമന്തി എന്നില്ല മന്തി നമ്മളെടുത്തു. അങ്ങനെ ദമയന്തി എന്നുള്ള പേര് നമുക്ക് അങ്ങ് കിട്ടാലോ. അല്ല, ഒന്നും പറഞ്ഞില്ല. പറയാനൊന്നുമില്ല, വക്കീല് പറഞ്ഞില്ലേ പാരൻസ് പാട്രിയ, അത് മതി. അവളെ എന്താണ് സാറെന്ത് പണിയാ കാട്ടിയത്? അതെന്റെ പഴയ കാമുകിയുടെ പേരല്ലേ? അത് ഞാൻ ഓർത്തില്ല. അതോർത്തില്ല. അത് അവരെങ്ങനെ അംഗീകരിക്കും? അത് അംഗീകരിക്കില്ലല്ലോ. അത് ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ പെട്ടു, അതാ. ഇന്നെന്തായാലും തിരുവനന്തപുരം പോണില്ല. ഞാനൊരു ബുധനോ വ്യാഴായിട്ടായിരിക്കും തിരുവനന്തപുരം പോവാ. അത് മന്ത്രിയുടെ ഒഴിവനുസരിച്ചിട്ടേ പോണമെന്ന് ഞാൻ വിളിച്ചു പറയാം. ഞാൻ വിളിക്കാം. ശരി. എന്താ മന്മതേട്ടത്? മെമ്പറെ, ഈ കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് ഭർത്താവ് പറയണ എല്ലാം കൊണ്ട് അതവിടെ അനുസരിക്കണം, അടിമയെ പോലെ കഴിയണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണ്. പരസ്പരം ഒരു ധാരണയിൽ പോകണ്ടല്ലേ കുടുംബജീവിതം. എന്താടോ പ്യാരിജാത, അത് വിവരം വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ താൻ?
തന്റെ കൊച്ചിന്റെ കാര്യമില്ലേ ഇത്? ഞാൻ എന്ത് ചെയ്യാനാ സൂതേട്ടാ, എന്റെയും കൂടിയല്ലേ കൊച്ചി. അപ്പൊ അതിനൊരു പേരിടാൻ എനിക്കൊരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? സ്വന്തം രക്തത്തിൽ പറഞ്ഞ കൊച്ചിനെ പേരിടാൻ അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക്. ഇതിപ്പോ വക്കീല് പറഞ്ഞ പോലെ കോടതി തീരുമാനിക്കണോ ഇനി നിങ്ങളുടെ കൊച്ചിന്റെ പേര്? കോടതിയിലും പോകണ്ട, എങ്ങും പോകണ്ട. എന്റെ മോൾക്ക് ജമന്തി എന്ന് പേരിടണം. ഇനി വേറെ പേര് അവൾക്ക് ഇല്ലേലും വേണ്ടിയില്ല, ഈ പറഞ്ഞ പേരൊന്നും ഇടാൻ ഞാൻ അനുവദിക്കൂല. ചമ്മന്തി നിന്റെ അമ്മൂമ്മയ്ക്കൊണ്ട് പേരിട്ടോ. ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ മോറിയാനടി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ആ പേരിട്ട് എന്റെ കൊച്ചിനെ വിളിക്കാൻ ഇവിടെ ആരും സ്വപ്നം നിന്നെ കാണാം. കൊന്നിട്ടായാലും ശരി, ഞാൻ ആ പേര് നിന്റെ പേരിടാൻ ഒന്നും പോയി ഉണ്ടായിരിക്കുമോ ഇതൊക്കെ? എവന്റെ ഈ തോന്നിയ ദിവസമാണ്, ഇതാണ് എവന്റെ ഈ തോന്നിയ ദിവസം. എന്ത് തോന്നിയ ദിവസം? നടപടി ആവണ കേസല്ല. എന്ത് തോന്നിയ ദിവസം ഞാൻ പറഞ്ഞത്? വക്കീലിനെ കേക്ക്. ഓരോ വർഷം കേൾക്കാൻ അവളെ ചീത്താക്കണ ഇയാളെ ഒറ്റ അവളെ ഞാൻ മര്യാദയ്ക്കാണ് വളത്തിന്റെ ഗുണമൊന്നും എന്നോട് പറയാൻ നിൽക്കണ്ട. കൂടുതൽ സംസാരിക്കണ്ടേ. മെമ്പർ പറയണേ. എന്റെ കൊച്ചിന്റെ പേര് കൊണ്ടല്ല നിങ്ങൾ മാത്രല്ലല്ലോ കൊച്ചി. അതെ, ഉണ്ടായിരിക്കണ്ടോ? നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ചോര പറഞ്ഞൊരു കൊച്ചല്ലേ അത്? ആ കൊച്ചിന് 4 വയസ്സായി. ഇന്ന് വരെ നിങ്ങളുടെ വാശിക്ക് നിന്നിട്ട് ആ കൊച്ചിനൊരു പേരിട്ടിട്ടില്ല. ആ കൊച്ചിനൊരു പേരിട്ടാലല്ലേ അതിന് ഇനി സ്കൂളിൽ ചേർക്കലും അതിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ. അതിനെ കുറിച്ചൊന്നും ചിന്തല്ലേ നിങ്ങൾക്ക്? നിങ്ങളെ കുറിച്ച് മാത്രമാണോ ചിന്ത? ഞാനൊരു കാര്യം പറയാം, ഇപ്പൊ തന്നെ തീരുമാനിച്ചൊരു പേര് നിർദ്ദേശിക്കണം. എന്നിട്ട് ഇന്ന് ആ പേരിടണ കൊച്ചിനെ പറ്റുമോ? സുഖദേട്ടൻ ആ പറഞ്ഞത് ന്യായം. എന്റെ മോൾക്ക് ജമന്തി 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 സെറ്റ്. വിളിച്ചിറങ്ങിട്ട് പോടാ ഈ പന്നിയാ. എന്ത് തോന്നിവാസം പറയാൻ നിൽക്കരുത്. മെമ്പർ വിളിച്ചോണ്ടാണ് ഞാൻ വന്നത്. ഇവിടെ നീ വേണം സൗകര്യം പോടാ. എവിടെ പോവാൻ? നീ എവിടെയും പോക്കോ. നിർത്തേ, അവിടെ ഇരുന്നേ, ഇരിക്കേ, മന്മേട്ടിരുന്നേ. ആയിരക്കണക്കിന് പേര് കയ്യിലുണ്ടായിട്ടും ആ പേരിട്ട് വിളിക്കാൻ ഒരു കുഞ്ഞിക്കാല് കാണാത്ത എത്ര ഭാര്യ ഭർത്താക്കന്മാരുണ്ട് ഈ നാട്ടിലെന്നറിയോ? അതിൽപ്പെട്ടൊരു വ്യക്തിയാ ഞാനും. 10 കൊല്ലായി. ശിശുക്ഷേമ സമിതിയിൽ ചെന്നിട്ട് ഒരു കൊച്ചിനെ ദത്തെടുക്കാൻ എന്താണ് വഴിയെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴാ മൊയ്തുവിന്റെ വിളി വരട്ടെ. ഒരു കൊച്ചിന്റെ കാര്യമില്ലെന്ന് കരുതിയിട്ടാ ഞാനിതിൽ ഇടപെട്ടത്. ഈ കുട്ടികളെന്ന് പറയണത് ദൈവത്തിന്റെ വരദാന. പേരിലൊന്നല്ല കാര്യം. അങ്ങനെ ഒരു കൊച്ചിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം മറന്ന കുട്ടിക്ക് വേണ്ടി ജീവിക്കണം. അതാ വേണ്ടത്. എനിക്കത്ര പറയാം. ഇനി നിങ്ങളുടെ ഇഷ്ടം.